54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും 70ാമത് നാഷണൽ അവാർഡ്സും ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവാർഡ് ലഭിച്ച എല്ലാവരെയും ഒരുപോലെ തന്നെ അഭിനന്ദിക്കുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്കും ചർച്ചകൾക്കും ഇന്ന് ഫുൾ സ്റ്റോപ്പ് വീണു. മികച്ച ചലച്ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കാതൽ സ്വന്തമാക്കി. മികച്ച നടൻ പൃഥ്വിരാജ്, നടി വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കിയത് 2 പേരാണ്. ഉള്ളൊഴുക്കിലെ പെർഫോമൻസിന് ഊർവശിക്കും, തടവിലെ പെർഫോമൻസിന് ബീന ആർ ചന്ദ്രനും. 2023 IFFKയിലും ഓഡിയൻസ് പ്രൈസ്, ബെസ്റ്റ് ഡെബ്യൂട്ട് എന്നീ അംഗീകാരങ്ങളും തടവിന് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും ഒരുപാട് നല്ല സിനിമകൾ എല്ലാ വർഷവും ഇറങ്ങുകയും അതിന് ഇതുപോലുള്ള അവാർഡുകൾ ലഭിക്കുന്നതുമെല്ലാം നമ്മൾ ഓരോരുത്തർക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അവാർഡ് കിട്ടിയ എല്ലാവരും മികച്ച പ്രതിഭകളാണെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഊർവശി എന്ന മഹാനടിയെപ്പറ്റിയാണ്. മഹാനടി എന്ന ഈ വിശേഷണം ഊർവശിക്ക് ഇന്നും ഇന്നലെയും ചാർത്തി കിട്ടിയതല്ല. അഭിനയത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അതിലുള്ള തൻ്റെ പ്രാവീണ്യം എന്തുമാത്രമായിരുന്നെന്ന് മുൻപേ അവർ തെളിയിച്ചു കഴിഞ്ഞതാണ്. 1978 വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ 8 വയസ്സുകാരി കവിതാ രഞ്ജനിയെ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഊർവശിയാക്കി മാറ്റിയത് ഇതേ പ്രാവീണ്യം തന്നെയാണ്. 13ാം വയസ്സിൽ നായികയായെങ്കിലും ആ സിനിമ റിലീസാവാൻ കാലതാമസമുണ്ടായി. പക്ഷേ അതിനിടയിൽ ഊർവശി നായികയായി അഭിനയിച്ച 1983 പുറത്തിറങ്ങിയ മുന്താണൈ മുടിച്ചെന്ന തമിഴ് സിനിമ റിലീസാവുകയും തമിഴിലെ അക്കാലത്തെ ഗംഭീര വിജയമായി മാറുകയും ചെയ്തു. ആ ഒരൊറ്റ സിനിമയിലൂടെ ഊർവശിയെ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചു. പിന്നീട് മലയാളത്തിലെ നായികാ സങ്കല്പങ്ങൾക്ക് തന്നെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഊർവശിക്ക് സാധിച്ചു. മലയാളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ മുൻനിര നായകന്മാർക്കൊപ്പവും അഭിനയിച്ച് ജനമനസ്സുകളെ കീഴടക്കി മുന്നേറാൻ അവർക്ക് സാധിച്ചു. ഇന്നും ഊർവശി മലയാള സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന കാഞ്ചനയും സുലോചനയും ത്രിപുരസുന്ദരിയും ഒക്കെ. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വീണ്ടും ഊർവശി അച്ചുവിൻ്റെ അമ്മയായ LIC ഏജന്റ് വനജയായി അവതരിച്ചപ്പോഴും പ്രേക്ഷകർ അവരെ ഇരുകയും നീട്ടി സ്വീകരിച്ചു. മികച്ച അഭിനേത്രിക്കുള്ള 6 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് ഊർവശി റെക്കോർഡുകൾ തകർക്കുകയാണ്. 1989 മഴവിൽ കാവടി, വർത്തമാനകാലം, 1990 തലയണ മന്ത്രം, 91 ഭരതം, മുഖചിത്രം, കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം, 95 കഴകം, 2006 മധുചന്ദ്രലേഖ, 2023 ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങൾക്കാണ് ഊർവശിക്ക് സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിലെ പോലെ തന്നെ തമിഴിലും നിറസാന്നിധ്യമായിരുന്നു ഊർവശി. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ആ വിശേഷണത്തിന് അർഹയായ ഒരേ ഒരു നടി ഊർവശിയാണെന്ന് ജനഹൃദയങ്ങൾ ഒരേ മനസ്സോടെ ഏറ്റുപറയുന്നതിൻ്റെ കാരണം സിനിമയ്ക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള സംഭാവനകൾ അത്രമേൽ അവിസ്മരണീയമായതുകൊണ്ടാണ്. ഉള്ളൊഴുക്കിലെ ലീലാമ്മ എന്ന കഥാപാത്രവും അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നതാണ്. അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ഊർവശിക്ക്.